വെൽക്കം ടു CC പ്ലസ്. അപ്പോൾ 10th CBSE മാത്തമാറ്റിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രിയും ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് പഠിക്കണമെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറന്നു പോകുന്നു, കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു പോർഷനാണ് ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ അതൊന്ന് ബൈ ഹാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ബേസിക് ആയിട്ടുള്ള റേഷ്യോസ് എന്ന് പറയുന്നത് ഒന്ന് ഒരു ആംഗിൾ 0, ദെൻ 30, ദെൻ 45, 60 ആൻഡ് 90. അതിൻ്റെ സൈൻ, കോസ്, ടാൻ, ദെൻ കൊസീക്, സീക്ക്, കോട്ട്. ഈ 6 റേഷ്യോസ് ആണ് നമുക്ക് അറിയേണ്ടത്. നിങ്ങളിത് ഓർത്തിരിക്കാൻ വേണ്ടി ഇത്രയും ചെയ്താൽ മതി. ഫസ്റ്റ് സൈൻ വാല്യൂസ് എല്ലാം കറക്റ്റായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. സോ എന്താണ് സൈൻ 0, എന്താണ് സൈൻ 30, സൈൻ 30 ഈസ് 1/2, സൈൻ 45 ഈസ് 1/√2. അങ്ങനെയുള്ള സൈൻ വാല്യൂസ് പ്രോപ്പറായിട്ട് വിത്ത് ദിസ് 0, 30, 45 ആ വാല്യൂസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ബാക്കി നമുക്ക് തന്നെ എഴുതാൻ പറ്റും. എങ്ങനെ? ഇപ്പോൾ സൈൻ നോക്കിക്കേ, 0 മുതൽ 90 വരെയുള്ള വാല്യൂസ്, അതിൻ്റെ ഈ ലൈൻ അത് നേരെ റിവേഴ്സ് ആണ് നമ്മുടെ കോസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടുത്തെ ഫസ്റ്റ് 0 ലാസ്റ്റ് വരും, തൊട്ടിപ്പുറമുള്ള 1/2 ഇവിടെ വരും, നെക്സ്റ്റ് 1/√2, ദെൻ √3/2 ഇവിടെ വരും. അതായത് സൈൻ പോകുന്നതിന് നേരെ റിവേഴ്സ് ആണ് കോസ്. അപ്പോൾ ആ ഒരു സൈൻ മാത്രം നമ്മൾ അറിഞ്ഞാൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? കോസ് എഴുതാൻ പറ്റും. ഇനി സൈനും കോസും അറിയാമെങ്കിൽ നമുക്ക് എന്തെഴുതാം? ടാൻ എഴുതാം. ടാൻ എന്ന് പറഞ്ഞ റേഷ്യോ എന്താണ്? സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് 0/1 0, ദെൻ 1/2/√3/2, സോ ദാറ്റ് ഈസ് 1/√3. അപ്പോൾ ആ ഡിവിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാൻ വാല്യൂസ് അറിയാം. കണ്ടോ, ഇവിടെ വരുമ്പോൾ 90 വരുമ്പോഴത്തേക്കും ടാൻ 90 മീൻസ് സൈൻ 90 ബൈ കോസ് 90, സോ ദാറ്റ് ഈസ് 1/0. അതുകൊണ്ട് അത് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ സൈനിൻ്റെ ഒരൊറ്റ ടേബിൾ വെച്ചിട്ട് നമ്മൾ കോസ് എഴുതി, ടാനും എഴുതി. ഇനിയും ബാക്കിയുള്ളത് ഈസിയാണ്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ, ഈ റേഷ്യോസിൻ്റെ നേരെ റെസിപ്രോക്കൽ എഴുതിയാൽ അത് കൊസീക്കായി. കോസ് വാല്യൂസിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ അത് സീക്ക് വാല്യൂസായി. ദെൻ ടാനിൻ്റെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ അത് കോട്ട് വാല്യൂസായി. അപ്പോൾ ഈ ഒരു ട്രിഗ്നോമെട്രിക് ടേബിൾ പഠിക്കാൻ വേണ്ടി ആക്ച്വലി നമ്മൾക്ക് എന്ത് മാത്രം ആവശ്യമുള്ളൂ? സൈൻ വാല്യൂസ് മാത്രം പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കുക. അത് വെച്ചിട്ട് നമുക്ക് ഈ ഓൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.